നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിലാകെ 26,74,625 വോട്ടർമാർ. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നഗരവീഥിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. മുരിയാട് എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തിരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ 19ാമത് വാർഷികം നാട്ടുണർവ് 2 ദിവസങ്ങളിലായി ആഘോഷിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ തരൻ ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ കൂടപ്പുഴ അനുഗ്രഹ സദനിൽ പുതുവർഷാഘോഷം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ 2025ന്റെ ഭാഗമായി 2025 ജനുവരി 1 യോഗ്യതാ തീയതിയായ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ 2338 പോളിംഗ് സ്റ്റേഷനുകളിലായി ആകെ 26,74,625 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 12,77,491 പുരുഷ വോട്ടർമാരും 13,97,098 സ്ത്രീ വോട്ടർമാരും 36 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു. 2024 വർഷത്തെ അന്തിമ വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ 83,904 വോട്ടർമാരുടെ വർധനവ് ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. സമ്മതിദായകരുടെ സ്ത്രീ പുരുഷ അനുപാതം 1094. പുതുതലമുറ വോട്ടർമാർ 33,985. 18-19 വയസ്സ് പ്രായം. 26,881 ഭിന്നശേഷി വോട്ടർമാരും 4,055 പ്രവാസി വോട്ടർമാരും 1,660 സർവീസ് വോട്ടർമാരും പട്ടികയിലുണ്ട്. കരട് വോട്ടർ പട്ടികയിന്മേലുള്ള അവകാശങ്ങളും ആക്ഷേപങ്ങളുമെല്ലാം തീർപ്പാക്കിക്കൊണ്ടാണ് ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെയും അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. അന്തിമ വോട്ടർ പട്ടികയുടെ ജില്ലാതല പ്രസിദ്ധീകരണം ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ 84 നമ്പർ ബൂത്ത് ലെവൽ ഓഫീസർ CJ ബിനോയ്ക്ക് പട്ടിക കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. വോട്ടർ പട്ടിക ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെയും അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും കാര്യാലയത്തിൽ പ്രസിദ്ധീകരിക്കും. പട്ടികയുടെ പ്രിന്റ് ചെയ്ത ഒരു കോപ്പിയും ഒരു ഡിജിറ്റൽ കോപ്പിയും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് സൌജന്യമായി ലഭ്യമാക്കും. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നഗരവീഥിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച റാലി ചാലക്കുടി DVSP സുമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പൌരപ്രമുഖർ, സ്കൌട്ട് ഗൈഡ് വിദ്യാർത്ഥികൾ, NCC കേഡറ്റുകളും ജാഥയിൽ പങ്കെടുത്തു. മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ്, സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ അനു പുതുശ്ശേരി CMI, പ്രിൻസിപ്പാൾ റവറന്റ് ഫാദർ ജോസ് താണിക്കൽ CMI, വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചാലക്കുടി SHO MK സജീവ്, വിളംബര ജാഥ കൺവീനർ ജോയ്സ് തെക്കുംതല എന്നിവർ സന്നിഹിതരായിരുന്നു. ജൂബിലി സമാപന സമ്മേളനം ജനുവരി 10 വൈകിട്ട് 5:30 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ഉദ്ഘാടനം ചെയ്യും. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുഖ്യാതിഥിയായിരിക്കും. പ്രശസ്ത പിയാനോ കലാകാരൻ സ്റ്റീഫൻ ദേവസിയും ആട്ടം കലാസമിതിയും സംയുക്തമായി ഒരുക്കുന്ന സംഗീത കലാവിരുന്നോടുകൂടിയായിരിക്കും സമാപനത്തിന് കൊടിയിറങ്ങുന്നത്. മുരിയാട് എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവും സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രധാന അധ്യാപിക MP സുബി, രാമചന്ദ്രൻ മാസ്റ്റർ, പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ PK ശിവരാമൻ, സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക മഞ്ജുകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ, ഇരിങ്ങാലക്കുട ഉപജില്ലാ നൂൺ മീൽ ഓഫീസർ, പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
പൊതുസമ്മേളനത്തിനു ശേഷം കുട്ടികളും PTA അംഗങ്ങളും പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വോയ്സ് ഓഫ് തൃശൂർ അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് 60 ലക്ഷം രൂപ ചിലവഴിച്ച് 7 മുറികളോടുകൂടി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. പുറംപോക്കുകളിൽ വീട് വെച്ച് താമസിക്കുന്ന പട്ടികജാതി കുടുംബങ്ങളടക്കം എല്ലാവർക്കും പട്ടയം അനുവദിക്കണമെന്ന് പട്ടികജാതി ക്ഷേമസമിതി കൊടകര ഏരിയ കൺവെൻഷൻ പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുതുക്കാട് EMS സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PV മണി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം EK അനൂപ്, PKS ജില്ലാ കമ്മിറ്റി അംഗം അമ്പിളി സോമൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VS സുബീഷ്, PC സുബ്രൻ, AR ബാബു, PK രാജൻ, സിന്ധു പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി PK കൃഷ്ണൻകുട്ടി, PV മണി എന്നിവരെ തിരഞ്ഞെടുത്തു. ആരുണ്ടാക്കിയ പട്ടിക? ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പട്ടികയാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ പട്ടികയാണ്. ബ്രിട്ടീഷുകാർ സ്വമേധയ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പട്ടികയാണ്. അല്ല. തിരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ 19ാമത് വാർഷികം നാട്ടുണർവ് ജനുവരി 4, 5 തീയതികളിലായി ആഘോഷിച്ചു. ജനുവരി 4-ന് നടത്തിയ ആഘോഷങ്ങൾ ആളൂർ CI ബിനീഷ് KM ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ആളൂർ പഞ്ചായത്തിലെ കേരളോത്സവം വിജയികളുടെ വിജയാഹ്ലാദ പ്രകടനവും നടന്നു. ജനുവരി 5 ഞായറാഴ്ച നടന്ന ആഘോഷങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാതേലി അധ്യക്ഷത വഹിച്ചു. വിനോദ് സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ മാനവ സംസ്കൃതി പുരസ്കാരം ചാലക്കുടി ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് സമ്മാനിച്ചു. കൂടാതെ മനോരമ പത്രത്തിന്റെ പ്രാദേശിക ലേഖകൻ ലാലുമോൻ ചാലക്കുടിക്ക് മാധ്യമ പുരസ്കാരവും കൈമാറി. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, മാള ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCA 2ാം റാങ്ക് നേടിയ അക്വീന ജോയിയെ ആദരിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രഭ കൃഷ്ണനുണ്ണി, KV രാജു, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ നൈസൻ, കൊരട്ടി പാഥേയം പ്രതിനിധി KN വേണു, സാംസ്കാരിക നിലയം പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീകാന്ത് MB എന്നിവർ സംസാരിച്ചു. തുടർന്ന് തെരുവുജാല വിദ്യക്കാരൻ ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരി അവതരിപ്പിച്ച ജിംബൂബ മാജിക് ഷോ, ഗാനമേള, ഡാൻസ് ഇവന്റ് തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിനോദ് സ്മാരക വായനശാലയുടെ പരിപാടിയിൽ കഴിഞ്ഞ വർഷവും ഞാൻ പങ്കെടുത്തിരുന്നു. വായനശാല നടത്തുന്ന മനുഷ്യസ്നേഹ പ്രേരിതവും ജീവകാരുണ്യപരവുമായിട്ടുള്ള നിരവധിയായ പരിപാടികൾ തീർച്ചയായും വളരെ അഭിനന്ദനീയമാണ്. ഈ പ്രദേശത്തെ ജനങ്ങളെ മുൻനിർത്തി എല്ലാവരെയും പ്രതിനിധീകരിച്ച് വിനോദ് സ്മാരക വായനശാലയുടെ ഭാരവാഹികൾക്കും അതിലെ മറ്റ് പ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. മാധ്യമ പ്രവർത്തന ജീവിതത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ സന്തോഷം ലഭിച്ചത് ഞാൻ ഹൃദയത്തോട് ചേർത്തുവയ്ക്കും എന്ന് അറിയിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്ക് അപ്പാടെ നൽകിയ ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്കാണ് ഞാനിതിനെ കാണുന്നത്. ഉച്ചയ്ക്ക് പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാർ, പാതയത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരു നിയോഗമായി ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ അതിന് നിമിത്തമാകുന്നത് നമ്മളെല്ലാവരും ഒരുപാട് പ്രാവശ്യം ഉച്ചരിച്ച വിനോദ് തന്നെയാണ്. എങ്ങനെയാണ് വിനോദ് ആ ഒരു നിമിത്തമായി മാറുന്നത് എന്നത് ഒരു പക്ഷേ പാതയം കോവിഡ് സമയത്ത് ദേശീയപാതയിലൂടെ ആംബുലൻസും അതുപോലെ രോഗികളുമായിട്ട് പോയിരുന്ന ആളുകൾ, നമുക്ക് ഭക്ഷ്യവസ്തുക്കളും മെഡിസിനുമായിട്ടൊക്കെ വന്നിരുന്ന ഡ്രൈവർമാർ, ഇവരൊക്കെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ
നമ്മുടെ NH-ലൂടെ കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ കൂടപ്പുഴ അനുഗ്രഹ സദനിൽ പുതുവർഷാഘോഷം സംഘടിപ്പിച്ചു. ചലച്ചിത്ര പിന്നണി ഗായകൻ സുധീഷ് ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. മദർ സുപ്പീരിയർ സിസ്റ്റർ റെജി തരംഗ്, വൈസ് പ്രസിഡന്റ് വിജയൻ മൽപ്പാൻ, പ്രദീപ് പൂലാനി, മായ ശശികുമാർ, മനു ജോണി, അജിത് കൊടകര, അർജുൻ അജിത് എന്നിവരൊപ്പം അനുഗ്രഹ സദനിലെ മണികണ്ഠൻ, ഹിമാറോസ് എന്നിവരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഇങ്ങനെ ഞങ്ങളുടെ തരംഗ സംഘടന പ്രോഗ്രാംസ് വരാറുണ്ട്. ഈ മോള് ചെറിയ മോളായതുകൊണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് കുറേ. അതുപോലെ എൻ്റെ കുടുംബത്തിലും ഒരു കുട്ടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജനുവരി 14 ഞങ്ങൾ വിട്ടുപോയായിരുന്നു, മീനാക്ഷി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടികൾ വരുമ്പോൾ ഞങ്ങൾക്ക് അത് എങ്ങനെ പരിപാടിയുടെ അവസാനിക്കുകയാണ്. ഭക്ഷണം കഴിച്ച സമയം പിന്നെ കുറേ വിസിറ്റേഴ്സ് വരുന്നുണ്ട്. ഇതൊരു തരംഗ് രണ്ടാം തവണയാണ് നമ്മളിവിടെ പരിപാടിയുമായിട്ട് വരുന്നത്. ഈ എന്ത് അവസരത്തിലും നമ്മുടെ ഇവിടെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ മധുര പറഞ്ഞാൽ മതി, ഞങ്ങൾ തയ്യാറാണ്. അന്നമനട പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. പാറക്കടവ് സ്വദേശിയായ വിളക്കുപുറത്ത് വീട്ടിൽ 39 വയസ്സുള്ള രാജേഷാണ് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ പോയപ്പോൾ മുങ്ങിമരിച്ചത്. പെയിന്റിംഗ് തൊഴിലാളിയായ രാജേഷ് സുഹൃത്തുക്കളുടെ കൂടെ അന്നമനട കുമ്പിടി പള്ളിയിൽ പെരുന്നാളിന് വന്നതായിരുന്നു. വൈകിട്ട് 6 മണിയോടെ പുഴയിൽ കുളിക്കാൻ അന്നമനട അമ്പലക്കടവിൽ വരികയും രാജേഷ് പുഴയ്ക്കക്കരയ്ക്ക് നീന്തുന്നതിനിടെ മുങ്ങിപ്പോവുകയുമായിരുന്നു. മാളയിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും ചാലക്കുടിയിൽ നിന്ന് സ്കൂബ ഡൈവിംഗ് ടീമും എത്തി തിരച്ചിലിലാണ് രാത്രി 8:20 മൃതദേഹം കണ്ടെടുത്തത്. മാള പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 7,215 രൂപ, പവന് 57,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിലാകെ 26,74,625 വോട്ടർമാർ. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നഗരവീഥിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. മുരിയാട് എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തിരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ 19ാമത് വാർഷികം നാട്ടുണർവ് 2 ദിവസങ്ങളിലായി ആഘോഷിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ കൂടപ്പുഴ അനുഗ്രഹ സദനിൽ പുതുവർഷാഘോഷം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.